ഇനിയിപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ചാൽ മഹേഷ് ഏട്ടാ, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ സ്വാഗത ഗാനമാണ്. സ്വാഗത ഗാനത്തെക്കുറിച്ച് ആധികാരികമായി 2 വാക്ക് പറയൂ. ആദ്യമേ പറയാൻ നമ്മുടെ ഒരു ഗായകനുണ്ട് നമുക്കൊപ്പം, ഞാനുണ്ടല്ലോ മെയിൻ വേദിയിലെ കേജ് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു എന്തൊക്കെ കഴിവുണ്ട്. ഞാൻ ഗാനരചന അല്ലെ കവിതാ രചന നാടകവും മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന്. മിസ്റ്റർ എന്താ 2 വരി കേൾക്കാം അല്ലേ? കവിത രചിക്കുന്ന ആളിന് എന്താണെങ്കിലും പാടാൻ അറിയായിരിക്കും. അല്ല, ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സബ് ജില്ലാ കലോത്സവത്തിന് പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നു. ചെറിയ കുട്ടിയാണ്. അപ്പോൾ അന്ന് കിട്ടിയ വിഷയം ബാഗ് എന്ന വിഷയം. അപ്പോൾ അന്ന് ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്: അറിയൂ സഹോദര അറിവിന്റെ ഭാരം, അറിയുന്ന ബാഗോ പറയുന്ന നിശ്ചയം. എന്നാലും എനിക്ക് ഓർമ്മയുള്ളൂ. ഏത് ക്ലാസ്സിലായിരുന്നു? എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് തോന്നുന്നു. മിസ്റ്റർ ലിജോ, 2 വരും 2 എന്തെങ്കിലും ഒരു കവിത മൂളിയാലോ? ലിജോ അതിമനോഹരമായിട്ട് കവിത പാടുന്ന ആളാണ്. അതെ, ആ മുഖം കണ്ടറിയാം കവിത പാടുന്ന മുഖമാണെന്ന്. 2 വരി കവിത അല്ലേ? 2 വരി ഞാൻ ചുമ്മാ പറഞ്ഞ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ 2 ഇലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ 2 ഇലകൾ നമ്മൾ. പിരിയുന്നു രേണുകേ നാം 2 പുഴകളായി, ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. പിരിയുന്നു രേണുകേ നാം 2 പുഴകളായി, ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം? ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. അത്ര മതി. ഇത് പാടാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അറിയായിരുന്നു രേണുക പാടുമെന്ന്. അനുഭൂതി ആയതുകൊണ്ടേ ആ ഫീല് മുഖത്തുണ്ടായിരുന്നു ലിജോയുടെ. അതെ, നഷ്ടപ്രായം എന്നുള്ള സങ്കല്പത്തിലാണല്ലോ രേണുക ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.